പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാലതിയാണെങ്കിൽ ബാലചന്ദ്രനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രനാണെങ്കിൽ അടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രനാണ് വൈജയന്തിക്ക് പ്രപ്പോസലായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. വീട്ടിലാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ശിവനും രാജീവനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന് മാത്രമാണ് ഒരു ചെറിയൊരു അനുകമ്പ ഇങ്ങനെ ബാലചന്ദ്രനോട് ഉണ്ടായിരുന്നത്. അത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനും അതുപോലെ തന്നെ അച്ഛനും നിർബന്ധിച്ചാണ് വൈജയനെ കൊണ്ടും കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. വൈജയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് എന്ന് പറയാണ് കേട്ടോ. അവൾക്ക് ബാലചന്ദ്രനല്ല ഒരാളെയും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് പറയണമായിരുന്നു, അല്ലാതെ എന്നോട് ഇത് മറച്ചു വെക്കുകയല്ല, ഞാനൊരു പ്രപ്പോസലായിട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്, താല്പര്യമില്ലെങ്കിലും മുഖത്ത് നോക്കി അത് പറയണമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചതിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇത് തെണ്ടിത്തരാണ് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ ഗംഗാധരൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാലതി പറയും, ഗംഗേട്ടൻ സംസാരിക്കേണ്ട, ഞാൻ ബാലചന്ദ്രനോട് സംസാരിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഗംഗാധരനാണെങ്കിലും അവിടുന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മാലതിയാണ് പിന്നീട് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. മാലതിയാണെങ്കിലും ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, വൈജ ആഗ്രയിലുള്ളപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവിടെ നടന്ന കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ബാലചന്ദ്രൻ കേൾക്കണം എന്ന് പറയും. ഗംഗേട്ടൻ പറഞ്ഞത് ബാലചന്ദ്രൻ കേട്ടല്ലോ. വൈജയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന്. അവൾക്ക് ഇങ്ങനെ സ്വയം മലിനമായി എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു പുരുഷനെ കൂടെ ചതിക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അയാളെ സ്നേഹിക്കാനോ ഒന്നും അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് അവൾ ഇങ്ങനെ അവൾക്ക് എന്നോടുള്ള സ്നേഹമില്ലായ്മയും അതുപോലെ തന്നെ ബഹുമാനം ഇല്ലായ്മയൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണ്. അത് അവൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു, അത് ബാലചന്ദ്രനോടുള്ള വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും സ്നേഹമില്ലായ്മ കൊണ്ടും ഒന്നുമല്ല, അതിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുകയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതെല്ലാം ഇങ്ങനെ പഴയ കാര്യങ്ങളല്ലേ, ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവുക എന്നൊക്കെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ബാലചന്ദ്രനും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കുടുംബം മൊത്തം മറ്റുള്ളവരെ ചതിക്കുകയും കുതികാല് വെട്ടുകയും ചെയ്യുന്നവരാണ് എന്ന് പറയൂ കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും കൈതയ്ക്കൽ മാളിയേക്കൽ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരാളല്ല, പുറത്തുനിന്ന് വന്നു കയറിയവളാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ബാലചന്ദ്രൻ ഒന്ന് കേൾക്കണം എന്ന് പറയും. എന്നിട്ട് പിന്നെ വൈജയുടെ പ്രണയത്തിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത്, അവർ സംസാരിക്കുന്നത്. അതൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരനാണെങ്കിലും വൈജയന്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ വൈജയനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ മാലതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ബാലചന്ദ്രൻ അങ്ങോട്ട് വിളിച്ചോ എന്ന് മാലതിനോട് ചോദിച്ചു എന്ന് പറയൂ കേട്ടോ. അത് ഞാൻ വെറുതെ ചോദിച്ചാണ് എന്നിങ്ങനെ വൈജ പറയുന്ന സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ വിളിക്കാറൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വിളിക്കുകയാണെങ്കിലും എന്നെയല്ലേ വിളിക്കുള്ളൂ, മാലതിനെ ഒരിക്കലും വിളിക്കില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നീ മാലതിനോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ചോദിച്ചതായോ കുറ്റം, എന്നാൽ പിന്നെ ഞാനതങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു എന്നിങ്ങനെ വൈജയന്തി പറയാണ് കേട്ടോ. പിന്നീട് ഗംഗാധരൻ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വിളിച്ചിട്ട് കോളൊന്നും എടുക്കുന്നില്ല, അതുപോലെ തന്നെ പറയാതെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗംഗാധരനോട്. ഗംഗാധരനാണെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്താണ് വൈജയന്തി അതൊക്കെ പറയുന്നത്. ഇതുവരെ അങ്ങനെയൊന്നും പറയാതെ പോയിട്ടില്ല, ഇതാണിപ്പോൾ പറയാതെ ഒരു പോക്കങ്ങ് പോയത് ആദ്യമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയും. അപ്പോൾ നീ വെറുതെ പറയുന്നതാണോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നേ, ബാലേന്ദ്രൻ ഇങ്ങനെ ഊണ് കഴിക്കാൻ വന്നിട്ട് അങ്ങ് പോയതാണ്, ഞാൻ ബാങ്കിലും ആയിരുന്നു എന്ന് പറയൂ കേട്ടോ. ആരോടും പറയാതെയാണ് പോയത് എന്നിങ്ങനെ വീണ്ടും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് വൈജയന്തി പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, ആദ്യമായിട്ടാണല്ലോ ബാലചന്ദ്രൻ ഇങ്ങനെ പറയാതെ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് വിളിച്ച് നോക്കായിരുന്നില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കി, പക്ഷേ കോൾ എടുത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു, പിണക്കുണ്ടായത് കൊണ്ടല്ലേ നീ വിളിച്ചപ്പോൾ കോൾ എടുക്കാതിരുന്നത്, പിന്നെ അയാൾ എവിടേക്കാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയേയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഗംഗാധരനാണെങ്കിലും.
വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലല്ലേ പറയേണ്ട കാര്യമുള്ളൂ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഗംഗേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അയാൾ ചിലപ്പോൾ ഓഫീസിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയതായിരിക്കും, തിരിച്ചു വന്നോളും, ഫോണെങ്ങാനും ചിലപ്പോൾ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയതായിരിക്കും എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ വൈജയനെ. ഗംഗാധരനാണെങ്കിലും നിന്നെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കോള് കട്ട് ചെയ്യാണ്. പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. മാലതിയും ബാലചന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാലചന്ദ്രനാണെങ്കിലും ഒന്നിങ്ങനെ മയങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഉണരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാലതിയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞതിനൊന്നും ഒരു ഇതും മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മാലതി. അപ്പോൾ പറയും ഇങ്ങനെ ചതിക്കപ്പെട്ട ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി എല്ലാം കൊള്ളാം, അത് മൂന്നാമതൊരാൾക്ക് കേൾക്കുമ്പോൾ അത് കൊള്ളായിരിക്കും, പക്ഷേ ചതിക്കപ്പെട്ട ഭർത്താവിൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും മാലതി പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം 23 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇതെല്ലാം ഇനിയിപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് എന്തിനാണ്, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ തന്നെയല്ലേ ദോഷം ചെയ്യുള്ളൂ എന്നൊക്കെയാണ് മാലതിയുടെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അതിന് ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് വൈജ 23 വർഷം മുന്നേ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചല്ലോ, അപ്പോൾ ആ കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് മാലതി പറയുന്നത്. അപ്പോൾ എല്ലാം അറിഞ്ഞു വന്നിട്ട് നിൽക്കുകയാണ് ഞാൻ, എന്നോട് കള്ളം പറയണ്ട, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ അന്ന് പ്രസവിച്ച സമയത്ത് രാവുണ്യമാമനും അച്ഛനും കൂടിയാണ് ഓർഫനേജിൽ കൊണ്ടുവിട്ടത്. പക്ഷേ അത് കഴിഞ്ഞ് അവിടുന്ന് 2 വർഷം കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു എന്നാണ് രാവുണ്യമാമ പറഞ്ഞതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ രാവുണ്യമാമ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ചോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാലതി പറയാണ് അങ്ങനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടീനെ ഏത് ഓർഫനേജിലാണ് കൊണ്ടുവിട്ടതെന്ന് രാവുണ്യമ്മാമയ്ക്കും അച്ഛനും മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ സത്യം ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാണ് കേട്ടോ. പിന്നീട് മാലതിയാണെങ്കിലും വീണ്ടും ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് എന്തിനാ, നമുക്കതുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവാനില്ല, ദോഷം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരാതെ ഇങ്ങനെ ബാലചന്ദ്രൻ നല്ലൊരു മനസ്സിനുടമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ബാലചന്ദ്രനെ ഇതാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടനോടും അതുപോലെ തന്നെ അവരോടൊക്കെ ക്ഷമിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ മാലതി ചോദിക്കുമ്പോൾ ഗംഗേട്ടനോടും അതുപോലെ തന്നെ ശിവേട്ടനോടും ഒന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ വൈജയ്ക്കെങ്കിലും ഒന്ന്, വൈജയനോടെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര മനസ്സ് വിശാലതയുള്ള ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് അതേ നാരായണത്തിൽ തന്നെ തിരിച്ചടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരും, എനിക്ക് പോകണം എന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതി അവിടുന്ന് പിന്നെ ഗംഗാധരൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗംഗാധരനോടാണെങ്കിലും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരനാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്, പൊട്ടിത്തെറിച്ചാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനും അങ്ങ് അടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ വൈജയനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗംഗാധരനാണെങ്കിലും പറയാണ് വൈജയ്ക്ക് ഇങ്ങനെ അറിയില്ല ബാലചന്ദ്രൻ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളതെന്ന്, അപ്പോൾ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഈ സത്യങ്ങൾ അറിഞ്ഞു എന്ന് ഈ നിമിഷം വരെ വൈജ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ മാലതിക്ക് സംശയമാവുന്നുണ്ട്. പിന്നെ 23 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള ആരെങ്കിലും പറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർക്കൊന്നും ഈ കാര്യം അറിയില്ല, ആകെ ഇതറിയാവുന്നത് വൈജ പ്രസവിച്ച കാര്യം അറിയാവുന്നത് അമ്മയ്ക്കും രാവുണ്യമാമയ്ക്കും അച്ഛനും അതുപോലെ തന്നെ ശിവേട്ടനും രാജീവനും ഒക്കെയാണ്, കമലയ്ക്ക് പോലും അറിയില്ല എന്ന് പറയും കേട്ടോ. പിന്നെ ആര് പറയാനാ എന്ന് പറയുമ്പോൾ രാവുണ്യമാമയുടെ വീട്ടിലായിരുന്നല്ലോ വൈജയന്തി നിന്നിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അവിടുത്തെ മക്കളാരെങ്കിലും പറഞ്ഞോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. മാലതി ആ സംശയം പറയുമ്പോൾ തന്നെ ഗംഗാധരൻ പറയുന്നുണ്ട് അവരാരും പറയാനുള്ള സാധ്യതയില്ല എന്ന്. അപ്പോൾ വൈജയന്തിയുടെ കുഞ്ഞ് 23 വർഷം മുന്നേ വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം വൈജയന്തിക്ക് പോലും അറിയില്ലല്ലോ, കുഞ്ഞ് മരിച്ചു പോയി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വൈജ എങ്ങാനും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്നുള്ള ഒരു പേടിയും കൂടെ അവർക്കുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മാലതി തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും ഒറ്റിയിട്ടുണ്ടാവുക, ആ സോഴ്സ് ഇങ്ങനെ ബാലചന്ദ്രനോട് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും
പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആ സംശയത്തിൽ നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നെ നാളെ ബാലചന്ദ്രനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ മാലതി നോക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ അടുക്കുന്നില്ല. ബാലചന്ദ്രനാണെങ്കിലും മാലതി എടുത്തി എന്ന് വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കുടുംബം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷേ അതൊരു സങ്കല്പമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയെന്നിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ബാലചന്ദ്രനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് മനു പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര നാണക്കേട്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട്, ആൻറ്റിക്ക് സ്വന്തം ഭർത്താവാണോ വലുത് അതോ ഇനിയിപ്പോൾ നാണക്കേടാണോ വലുതെന്ന് തീരുമാനിച്ച് ആൻറ്റി എന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷമത്തിൽ നിൽക്കുന്ന വൈജയന്തിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്